ഡൊണാൾഡ് ട്രംപ് പുതിയൊരു ട്രംപ് കാർഡ് തന്നെ ഇറക്കുകയാണ്. ട്രംപ് കാർഡ് എന്ന് പറയുമ്പോൾ ട്രംപിന്റെ മുഖമുണ്ട്, ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പുണ്ട്, പേരുണ്ട്. അപ്പൊ എന്താണ് ഈ ട്രംപ് കാർഡ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഈ പലർക്കും പ്രത്യേകിച്ച് ട്രംപ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അമേരിക്കയുടെ ഭാഗമാകാൻ, അമേരിക്കൻ പൗരനാകാൻ, അമേരിക്കയിൽ വന്ന് വ്യവസായമൊക്കെ നടത്താൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമാണ്. ഈ ഗോൾഡൻ കാർഡ് അമേരിക്കൻ റെസിഡൻസി ഉറപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രാഥമിക ഘട്ടം മാത്രമാണ്. അമേരിക്കൻ റെസിഡൻസിക്ക് വേണ്ടി ഗോൾഡൻ ട്രംപ് കാർഡ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകതകൾ, എത്രയാണ് അതിന്റെ കാലാവധി എന്നൊക്കെയാണ് നമുക്ക് ചില യോഗ്യതകളുണ്ട്. $5 മില്യൺ നിക്ഷേപിച്ചവർക്ക് താമസാനുമതി നൽകുന്ന നിലയിലാണ് ഈ ട്രംപിന്റെ ഗോൾഡ് കാർഡ് രംഗത്തിറങ്ങാൻ പോകുന്നത്. കാർഡ് താമസാനുമതി എളുപ്പത്തിലാക്കും. നമ്മളിപ്പം പറയും ഗ്രീൻ വിസ ഉണ്ട്, പക്ഷെ അതുപോലെ ഇപ്പം നമ്മൾ ഈ $5 മില്യൺ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അമേരിക്കൻ സിറ്റിസൺ ആവാൻ കഴിയില്ല, അമേരിക്കൻ പൗരനാകാൻ കഴിയില്ല. പക്ഷെ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് എന്നുള്ളത് മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം. കാശുള്ളവന് കുറച്ച് കൂടുതൽ പരിഗണന കിട്ടുന്നതാണ് ഗ്രീൻ കാർഡിന്റെ മെച്ചപ്പെട്ട രൂപമെന്നാണ് ട്രംപ് തന്റെ ഈ ഗോൾഡ് കാർഡിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ നടപടികളൊന്നും, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രീൻ കാർഡ് ലഭ്യമാക്കാൻ വേണ്ട സാധാരണ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കടന്നു പോകാം അല്ലേ? ഇതിനൊരു ഫോം ഉണ്ട്. അത് നമ്മൾ അതിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമ്മളുടെ പേര്, നമ്മുടെ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ വരുന്നത്, നമ്മളുടെ കയ്യിലുള്ള വരുമാനം, എന്തുകൊണ്ട് നിങ്ങൾ അമേരിക്ക പ്രിഫർ ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഫോമിൽ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ലിസ്റ്റഡ് ആണെന്ന് മാത്രമേ പറയുള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ ഗോൾഡൻ ട്രംപ് കാർഡ് വളരെ പെട്ടെന്നൊന്നും കിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ലിസ്റ്റിലാണ്. എപ്പോഴാണ് ഈ വെയിറ്റ് ലിസ്റ്റ് മാറി ഈ പ്രവർത്തനങ്ങൾ, ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുക എന്നുള്ളത് നമ്മളെ നോട്ടിഫൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്താലും പൈസ കൊടുക്കാൻ തയ്യാറായാലും ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ ആയിരിക്കും. അമേരിക്കയുടെ വിപണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു എളുപ്പ മാർഗമായിട്ടാണ് ഈ ഗോൾഡ് കാർഡിനെ കാണുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യക്കാരെ തന്നെയാണ് എന്നതാണ്. ഇന്ത്യക്കാർ ഒരുപാട് പേർ അവിടെ താമസിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചേക്കേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ പ്രധാനമായിട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് $1 മില്യൺ കയ്യിലുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയും എന്നതാണ്. ഇതൊരു വലിയ ഒരു സേവനമായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഇതിനോട് ചേർന്ന് പറയാൻ നമുക്കറിയാം UAE ഒക്കെ ഗോൾഡൻ വിസ ഇറക്കിയിരുന്നു. അതായത് 10 വർഷത്തേക്ക് നമുക്ക് അവിടെ വിസ. അതിൻ്റെയും ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്ന ചില മാനദണ്ഡങ്ങൾ ഇതാണ്. വലിയ തോതിൽ നിക്ഷേപം നടത്താൻ അവിടെ ശേഷിയുള്ളവർക്കൊക്കെയാണ്. പിന്നീട് ഈ സാങ്കേതിക വിദഗ്ധർ അല്ലെങ്കിൽ കലാപ്രവർത്തകർ, അക്കാഡമിക് രംഗത്ത് ശോഭിക്കുന്നവർക്കൊക്കെ ഈ ഗോൾഡൻ വിസ ലഭിക്കും. അതിന് നമ്മൾ അപേക്ഷിക്കണമെന്നാണ്. പിന്നീട് അത് പടിപടിയായി എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു ഗോൾഡൻ വിസ കിട്ടിയ നിൽക്കുന്ന ചിത്രങ്ങളാണ്. അതിപ്പോൾ മാധ്യമപ്രവർത്തകർക്കും സിനിമാ താരങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ കിട്ടുന്ന നിലയിലേക്ക് മാറി. പക്ഷെ അത്രയും എളുപ്പത്തിൽ അമേരിക്കയിലെ ട്രംപ് കാർഡ് മാറുമെന്ന് നമുക്കറിയാം. ചോദ്യങ്ങൾ ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ സെനറ്റിന്റെ ഒക്കെ അപ്രൂവൽ വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അവിടെയും ഡൊണാൾഡ് ട്രംപ് കാർഡ് പുറത്തിറക്കുകയാണ്. കാരണം ഉടനെ നിങ്ങൾ പൗരനാകുന്നില്ല, സമയമുണ്ട്. അതുകൊണ്ട് സെനറ്റിന്റെ അംഗീകാരം വേണ്ട. എല്ലാത്തിനും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അമേരിക്കൻ പ്രസിഡന്റ് കണ്ടെത്തുന്നുണ്ട്. ശരി, അപ്പോൾ